രാജസ്ഥാൻ ഇന്ന് കളി തോറ്റു. പഞ്ചാബ് ഇന്ന് മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ഇതിന് കാരണം സാം കറനാണ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും സാം കറൻ മികച്ച പ്രകടനം പുറത്തെടുത്തു. സാം കറൻ ഇന്ന് ഔട്ടായെങ്കിൽ ഉറപ്പായിട്ടും പഞ്ചാബ് ഓൾ ഔട്ടായേനെ. അതുപോലെയായിരുന്നു വിക്കറ്റുകൾ പോയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ കളിയിൽ മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചത് സാം കറനായിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി ജയിച്ച് സാം കറൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ചിൽ തോറ്റാലും ജയിച്ചാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ ഓൾറെഡി പുറത്തായ ടീമാണ്. എങ്കിലും അവസാനമായിട്ട് ഒന്ന് ജയിച്ച് കാണണമെന്ന് ഞങ്ങൾക്ക് തോന്നി. വിജയത്തോടെ വേണം ഈ സീസൺ അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് ഞാനിന്ന് മികച്ച കളി പുറത്തെടുത്തു. ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ടീം വിജയിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിന്ന് അടിച്ചു കളിച്ചു. ഞങ്ങളെക്കാൾ മികച്ച ടീം രാജസ്ഥാൻ തന്നെയാണ്. രാജസ്ഥാനെതിരെ ഇതിന് മുന്നത്തെ മാച്ച് ഞങ്ങൾ തോറ്റിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വിജയം ഞങ്ങളുടെ പ്രതികാരമാണ്. രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സഞ്ജു മികച്ച രീതിയിലാണ് ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്രാവശ്യം കപ്പ് നേടാൻ സാധ്യതയുള്ള ടീം രാജസ്ഥാനാണ്. എനിക്ക് ഈ ഒരു മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ എന്നേക്കാൾ ഇത് യോഗ്യതയുള്ളത് സഞ്ജുവിനാണ്. ഈ സീസൺ IPL മികച്ച കളിയാണ് അവൻ പുറത്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു അവാർഡ് അവന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സീസൺ ഞങ്ങൾക്ക് നഷ്ടമായി. അടുത്ത പ്രാവശ്യം ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് സാം കറൻ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ നിരാശയിലാണ്. അടുത്തൊരു മാച്ചും കൂടി രാജസ്ഥാൻ തോറ്റിരിക്കുകയാണ്. 4ാമത്തെ മാച്ചിലാണ് രാജസ്ഥാൻ ഇപ്പോൾ തോൽക്കുന്നത്. രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തിയെങ്കിലും ഇതുപോലെ തുടർ തോൽവികൾ ഏറ്റുവാങ്ങുന്നത് രാജസ്ഥാനെ പ്ലേ ഓഫിൽ പണിയായിരിക്കും. രാജസ്ഥാൻ ഓരോ മാച്ച് കഴിയുന്തോറും ഡൗണായി വരികയാണ്. രാജസ്ഥാൻ ടീമിൽ ആരും തന്നെ ഫോം ആകുന്നില്ല. ഇന്ന് തന്നെ 144 റൺസ് മാത്രമേ രാജസ്ഥാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ അടുത്ത മത്സരത്തിലും കളിച്ചാൽ രാജസ്ഥാൻ ഉറപ്പായിട്ടും പുറത്താകും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.